എനിക്ക് കഴിയുന്നില്ല. ആരും എൻ്റെ പുറം നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. റിസയുടെ അവസാന വാക്കുകളാണ് തൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത ഒരു ശബ്ദ സന്ദേശം. തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ആസിഫ് എന്ന് പറയുന്ന വ്യക്തി തന്നെ മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വോയിസ് ഇടുന്നത്. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനിടയിൽ തന്നെ അവർ ജീവൻ ഒടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. 2026 ജനുവരി 8-ാം തീയതിയാണ് ഫാത്തിമത്തുൽ റിസയും ആസിഫ് എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിക്കുന്നത്. ഈ ആസിഫ് എന്ന് പറയുന്ന വ്യക്തി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ലഹരിക്ക് അടിമയാണെന്നും ലഹരി കച്ചവടവുമാണ് ഇയാൾക്ക് ജോലി എന്നും ഒക്കെയാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഒരു പക്ഷേ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുപോയ ആ ദിവസം മുതൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ്. കൊടിയ പീഡനങ്ങളാണ് ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആസിഫ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഈ പെൺകുട്ടി മരിച്ചിട്ടും ആ ബോഡി കാണാൻ പോലും നാട്ടിൽ വന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാട്ടിലുള്ള ആർക്കും ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ അവൻ പെരുമാറി എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ കയ്യിലൊക്കെയാണ് അവനെ കിട്ടിയത് എങ്കിൽ ഇഞ്ചിപ്പരിപ്പാക്കിയിട്ടൊരു മൂലയിൽ ഇടേണ്ട ഒരു വകുപ്പാണിത്. നിങ്ങൾക്ക് അറിയില്ലേ റിഫ മെഹനാസ് കേസ്? റിഫയുടെ കേസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? റിഫയെ ക്രൂരമായി മർദ്ദിക്കുന്നു, മെഹനാസ് ലഹരിയും കടിമയായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ പെൺകുട്ടിയുടെ വയസ്സും 20 വയസ്സാണ്. റിഫയുടെ വയസ്സ് 18 ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റൊരു കേസാണ് മെഹനാസിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. ആ കേസും ഇനിയും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഈ പെൺകുട്ടിക്കും സമാനമായ രീതിയിലുള്ള അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവസാനം ഒരു തുണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥ എത്തി എന്നുള്ളതാണ്. ഈ വാർത്ത കൃത്യമായിട്ട് മനസ്സിലാവാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടൊന്ന് കേൾക്കുക. വളപ്പട്ടണം പൊയ്ത്തുംകടവിലെ ഫാത്തിമത്തുൽ റിസയുടെയും മുണ്ടേരിമുട്ട സ്വദേശി ആസിഫിന്റെയും വിവാഹം നടക്കുന്നത് 2026 ജനുവരി 8-നായിരുന്നു. ദുബായിലായിരുന്നു ആസിഫിന് ജോലി. നല്ലൊരു ജീവിത സ്വപ്നവുമായി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന 20-കാരിക്ക് പക്ഷേ തുടക്കം മുതൽ അനുഭവിക്കേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളെന്ന് തങ്ങൾ അറിഞ്ഞത് ഏറെ വൈകിയെന്ന് അമ്മ സമീറ. അവരൊരു വാക്കിങ്ങനെ മോളിങ്ങനെ വിഷമം പറയുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിന് ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ മോളെ അവളെ വിഷമോളെ ചങ്ങാഴ്ചകളോട് പറഞ്ഞെങ്കിൽ ആ ചങ്ങാഴ്ചകൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അവളോട് പറയില്ലേനു. ഞാൻ അവളെ ശ്രദ്ധിക്കുവേനു. ആ ജീവിതം ഇനി വേണ്ടാന്ന് വെക്കും എൻ്റെ മോൾ. പക്ഷെ എൻ്റെ മോള് ഞങ്ങളെ രണ്ടാളെ വിഷമം കണ്ടിട്ട് നമ്മളെ മോൾ പറഞ്ഞില്ല. അത്രയും സഹിച്ച് നിന്ന മോളാണ്. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ ഓനിക്ക് എന്തായാലും കൊടുക്കണം. ഓനിക്ക് ഓള് പറഞ്ഞ രീതിയിൽ തന്നെ ഓനെ നടത്തണം. ഭർത്താവിന്റെ ലഹരി ഉപയോഗവും മർദ്ദനവും റിസയെ മാനസികമായി ആകെ തകർത്തിരുന്നു. എന്നാൽ പിതാവിന്റെ അസുഖവും കുടുംബത്തിന്റെ സമാധാനവും കരുതി ഒന്നും അവരെ അറിയിച്ചില്ല. എല്ലാം സഹിച്ചു മടുത്തപ്പോൾ സുഹൃത്തുക്കളോട് പലതും കരഞ്ഞു പറഞ്ഞു. എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് ലേബലാണ്ട് ശ്വാസം മുട്ടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. ആരും എൻ്റെ പുറം നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഓൻ ചെയ്താലും അതിന് കുറ്റം നിൽക്കുന്ന ആ സംശയവും ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. നിനക്കറിയില്ലാണ് എല്ലാം. ഞാൻ എന്നോടെല്ലാം പറയലില്ല. എനിക്ക് ഇടങ്ങാറ് വരാത്ത രീതിയിൽ ഞാൻ പോയിക്കാനാന്ന് എൻ്റെ ഉപ്പാനത്തെല്ലാം പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചങ്ക് ഇടറുകയാണെന്നുള്ളതാണ്. ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. അതായത് മെഹനാസ് റിഫ കേസിലും ലഹരി തന്നെയാണ്. ഇതേ കേസിൽ ആസിഫ് ലഹരി കച്ചവടവും അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ചില ആളുകൾ പറയുന്നത് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളൊക്കെ എന്താണ് ഈ രീതിയിലേക്ക് ആവുന്നുള്ളത്. അങ്ങനെ ഒരു വിഭാഗത്തിനെ മാത്രം മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല. ലഹരിക്ക് അടിമയായ ആളുകളിൽ മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല, എല്ലാ ടീമിലുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു അവസ്ഥയും കൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ്. ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ മക്കളെ വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്ത് ഇപ്പൊ 20 വയസ്സിലാണ് ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് അയച്ചിട്ടുള്ളത്. ദയവ് ചെയ്ത് നല്ല രീതിയിൽ അന്വേഷണം നടത്തുക. ഇപ്പൊ നാട്ടിൽ പോയിട്ട് അയാളെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതേ പറയുള്ളൂ, കല്യാണം നടന്നോട്ടെ എന്ന രീതിയിൽ. എൻ്റെ പൊന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, നാട്ടുകാരെ, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു പയ്യൻ ഒരു കല്യാണക്കാര്യം വരുമ്പോൾ ആ പയ്യനെ കുറിച്ച് അറിയുന്ന ശരിയായ കാര്യം തന്നെ തുറന്നു പറയുക എന്നുള്ളതാണ്. അതിനെ കല്യാണം മുടക്കി എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും അതിന് മൈൻഡ് ചെയ്യണ്ട. അവൻ കഞ്ചാവ് വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ വൃത്തികേട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് പറയണം. വേറൊരാളുടെ ലൈഫാണ് അവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. ഒരു പെൺകുട്ടി അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അവരുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. ചില ആളുകൾ അനാവശ്യമായിട്ട് കല്യാണം മുടക്കുന്ന ആളുകളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? 20 വയസ്സുള്ള കുട്ടിയാണ്, ജീവിതം തുടങ്ങുന്നുള്ളൂ, ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പം മെയിൻ ഫാക്ടർ ലഹരിയാണ്. ഈ ദുബായ് ബേസ്ഡ് ഒരുപാട് കേസുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നു.
ഈ ദുബായിൽ എന്താണ് ഇത്ര മാത്രം ഈ ലഹരി കിട്ടുന്നത്? ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായിട്ട് ഇതിനെ ഒരു ഇടപെടൽ നടത്തിയിട്ട് GCC രാജ്യങ്ങളിൽ ഇങ്ങനെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് പോലും ലഹരി കിട്ടുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് കണ്ടെത്തണമെന്നും അതിൽ ഇടപെടൽ നടത്തണമെന്നും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇടപെടൽ നടത്തണം. അതിനു വേണ്ടിയിട്ട് പരമാവധി ആളുകൾ പരാതിയുമായിട്ട് രംഗത്ത് വരിക എന്നുള്ളതാണ്. സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് റിസയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. മുറിയിൽ നിന്ന് കിട്ടിയ കുറിപ്പിലും ആസിഫാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് എഴുതിയിരുന്നു. ലെറ്ററിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അന്നെ ഇങ്ങനെ മർദ്ദിക്കുന്നുണ്ട്, ആസിഫ് പിന്നെ കഞ്ചാവും കള്ളും MDM എല്ലാം ഗൾഫിൽ നിന്ന് അടിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഞാൻ അറിയില്ല. കൃത്യമായിട്ട് റൂമിൽ സുഹൃത്തുക്കൾ വരും, 4 സുഹൃത്തുക്കൾ. അത് ഓള് ഇതിന് തർക്കം ചെയ്യുമ്പോൾ ഇവർക്ക് മർദ്ദനം കൂടുതൽ വരുന്നത്, ഇവളെ ഭീഷണിപ്പെടുത്തൽ, ഭർത്താവിൻ്റെ ക്രൂര മർദ്ദനം, ഭീഷണിപ്പെടുത്തൽ, ചീത്തവിളി. പിന്നെ ഇതുപോലെ തന്നെ ഇതിന് മുമ്പ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കുട്ടി കൃത്യമായിട്ട് വോയിസ് പറയുന്നുണ്ട്, ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. റിസ മരിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ആസിഫ് വിദേശത്തേക്ക് കടന്നിരുന്നു. ദുബായിൽ ജോലി ചെയ്തിരുന്നപ്പോഴും മാസത്തിൽ പലതവണ ആസിഫ് നാട്ടിലെത്തുമായിരുന്നു. 1-2 ദിവസത്തിന് ശേഷം തിരികെ മടങ്ങും. ഇതിലും നാട്ടുകാർക്കിപ്പോൾ സംശയങ്ങളുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആസിഫിനെ പ്രതി ചേർത്ത വളപട്ടണം പോലീസ് ഇയാളെ തിരികെ എത്തിക്കാൻ ശ്രമം തുടങ്ങി. അതിനിടയിൽ ആള് തിരിച്ചു പോയോ? എന്തുവാടെ എന്തൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്? ആ പെൺകുട്ടിയുടെ ഉപ്പ പറഞ്ഞത് കേട്ടില്ലേ? അത്രക്ക് വലിയ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. എന്റെ പൊന്നെ, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ 18 കഴിയുമ്പോഴത്തേനും അവർക്കൊരു പക്വത എത്തുന്നതിനേക്കാൾ മുന്നേ ഈ വിവാഹം കഴിച്ച് അയച്ചു കൊടുത്താലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കടോ. എന്ത് കാലം ഇങ്ങനെ പോകുന്നേ? അവനൊക്കെ കൈ കിട്ടിയാൽ അവന്റെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാഞ്ഞിട്ടില്ല, പറയുന്നില്ല ഇവിടെ ഇരുന്നിട്ട്. ഗൾഫിൽ കൂട്ടി കൊടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു എന്ന രീതിയിലൊക്കെ അലിമാക്കോത്ത് കൃത്യമായി ഇതിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അലിമാക്കോത്ത് പറഞ്ഞ ഈ വാക്ക്, ഈ വീഡിയോ ഒന്ന് കേട്ടോക്ക് നിങ്ങൾ. നീ ആദ്യം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ആരും ന്യായീകരിക്കാനൊന്നും വരുന്നില്ല. കാരണം നീ ഒരു ലഹരി കച്ചവടക്കാരിയല്ല, നീ ഒരു ലഹരി ബിസിനസ് നടത്തുന്നവളല്ല. നിന്നെ മാന്യമായി നിന്റെ മാതാപിതാക്കൾ ഒരാളെ കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിപ്പിച്ച് തന്നതാണ്. പക്ഷെ അവൻ പരമനാറിയും പരമച്ചറ്റിയാണെന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷെ നീ ഒരുപാട് സഹിച്ചു മോളെ. അത് നിന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് നീ സഹിച്ചത്. നിന്റെ ഉപ്പ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, നീ അവർക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചത്. ഇവൻ മാത്രമല്ല, ഇവന്റെ ഉമ്മ ഉപ്പ എല്ലാ നാറികൾക്കും ഇതിനെ പറ്റിയിട്ട് നല്ല വ്യക്തമായ അറിവുണ്ട്. ഇവളെ പരമാവധി ഇവൻ ഉപദ്രവം ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ഇവൻ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ട് ഇവന്റെ സുഹൃത്തുക്കളുടെ കൂടെ കിടപ്പറ പങ്കിടാൻ വേണ്ടിയിട്ട് വരെ പ്രോത്സാഹിപ്പിച്ച പരമനാറിയാണ് കുടിക്കിമുട്ട മായിൻമുക്ക് സ്വദേശി ആസിഫ് എന്ന് പറയുന്ന പരമനാറി. മോളെ, നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം നീ ഒരുപാട് സഹിച്ചു. നിന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിൽ അതിനൊക്കെ കാരണങ്ങൾ വ്യക്തമാണ്. ഇവന്റെ കുടുംബക്കാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീ 2-3 മാസങ്ങൾക്ക് മുമ്പ് നീ ഒരു ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ വ്യക്തമായ പോലീസ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇവന്റെ കുടുംബക്കാർ ഇപ്പോൾ വന്നിട്ട് പറയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ലാന്ന്. ഈ വളപട്ടണം പൊയ്ത്തുംകടവ് സ്വദേശി ഫാത്തിമത്ത് റിസയുടെ ആത്മഹത്യയെ പറ്റിയാണ് പറയുന്നത്. ആ കുട്ടിയുടെ ഒരു വോയിസ് ഒന്ന് കുറച്ച് നിങ്ങൾ കേൾക്ക്. എനിക്കിങ്ങനെ നിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ലേവല്ലാണ്ട് ശ്വാസം മുട്ടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല, ആരും എൻ്റെ പുറം നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിക്കാൻ കഴിയുന്നില്ല. ഓൻ ചെയ്താലും അതിന് കുറ്റം ഞാൻ സംശയവും, ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. എനിക്ക് ഇനിയും നിക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ് വരിയൂല കുറെ. ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കരയൂല. ശരിക്കും ഇതിലേക്ക് സങ്കടത്തോടെ അല്ലാതെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ മലമറ്റൻ ആസിഫ് ഉണ്ടല്ലോ, ഇവളെ കൊണ്ടുപോയിട്ട് 3 മാസത്തിന് ശേഷം ഈ കുട്ടി നാട്ടിലേക്ക് വന്നിട്ട് 5 ദിവസത്തോളം ആരോടും മിണ്ടാതെയും സംസാരിക്കാതെയും ഡിപ്രഷനായിട്ട് നിൽക്കുകയായിരുന്നു. ഈ ഡിപ്രഷനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരുടെ കുടുംബക്കാർ പല ആളുകളും ഇവർക്ക് എല്ലാം അറിയാം. ഇവന്റെ മാതാപിതാക്കൾക്ക് എല്ലാം അറിയാം. ഇവർ മീഡിയക്ക് മുമ്പിൽ വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം അറിയാം. ഇവനിക്ക് ലഹരി കച്ചവടാണ്. ഇവൻ കേരിയറായും ഇവൻ സാധനങ്ങൾ കടത്തിയും പിടിക്കും. അവൻ നിരന്തരം നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ നാട്ടുകാരെ സമ്മതിക്കാണ്. കാരണം എന്താണെന്നറിയോ, ഇവന്റെ ഒക്കെ ചപ്പക്കുട്ടിക്ക് അന്ന് ഈ കുട്ടി മരിച്ച ദിവസം ഒന്നും അറിയാത്തവനെ പോലെ ഇവൻ ആ നാട്ടിലേക്ക് വന്ന സമയത്ത് നാട്ടുകാരിട്ടിട്ട് ഇവനെ നല്ല പോലെ ചാമ്പി വിട്ടിട്ടാണ് വിട്ടത്. കാരണം എന്താണെന്നറിയോ, ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട് കേട്ടോ, വ്യക്തമായ തെളിവുകളുണ്ട്. ഇപ്പൊ ഇവന്റെ പേരിൽ ലുക്കൌട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇവനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ കഞ്ചാവ് കടത്തക്കാർ, MDM കച്ചവടക്കാരും പല ആളുകളും ഇതിൽ വന്നിട്ട് ഡയലോഗ് അടിക്കും. ഇവനെയൊക്കെ ഒന്നും വെറുതെ വിടരുത്. കാരണം ആ കുട്ടി അവരുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റുന്നൊക്കെ സഹിച്ചു നോക്കി, പരമാവധി സഹിച്ചു നോക്കി. കാരണം ആ കുട്ടിയുടെ ഉപ്പാക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഈ കുട്ടിയുടെ എന്തെങ്കിലും വിഷമങ്ങൾ അറിഞ്ഞിട്ട് ആ ഉപ്പ എന്തെങ്കിലും സംഭവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പല രീതിയിലും സഹിച്ചു നോക്കി. പക്ഷെ ഈ ചെറ്റയുണ്ടല്ലോ, ഇവൻ ആ കുട്ടിയുണ്ടല്ലോ പല പുരുഷന്മാരുടെ കൂടെ കിടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ കുട്ടിക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സുഹൃത്തുക്കൾക്ക് ചാറ്റ് ചെയ്ത് പറഞ്ഞു, സ്വന്തം പെരക്കാരോട് പറയാത്ത ഉപ്പാന്റെ വിഷമം കാണണ്ട എന്ന് പറയും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്, പക്ഷെ ഇതൊന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കാം. പക്ഷെ ഈ ചെറ്റ വിട്ടില്ല. അവൻ അങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുത്തിട്ട് അവൻ
എന്തൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. സത്യം പറയാച്ചാൽ ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി എന്നുള്ളത്, ഞാനത് കേട്ടാകെ മരവിച്ചു പോയി എന്നുള്ളതാണ്. ദയവ് ചെയ്ത് നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുന്ന സമയത്ത് ഈ പയ്യന്മാരെ കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിക്കുക. അവർ എന്തെങ്കിലും രീതിയിലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്ക് കെട്ടിച്ചു കൊടുക്കാതിരിക്കുക. ഒരു സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ പോലും കെട്ടിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ ഈ ഒരു മണ്ടാറത്തിന്റെ മുകളിൽ കിടന്ന് കുത്തിമറിയുന്ന ആളുകൾക്കൊന്നും കെട്ടിച്ചു കൊടുക്കാതിരിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാൽ പോലും നല്ല രീതിയിൽ അന്വേഷിക്കണോ. അവസാനം നമ്മുടെ മക്കളെ ഒരു തുണിയിൽ പൊതിഞ്ഞ് വീട്ടിൽ ഉമ്മാർത്ത് കിടത്തുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ട് പറയുക, ദയവ് ചെയ്തത് പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ ദുബായ് ബേസ്ഡ് ആയിട്ട് എത്ര കേസുകളാണോ. റിഫ മെഹനാസ് കേസിൽ, ഇതപ്പോ ഈ റിസ, പേരിൽ തന്നെ ചെറിയ സാമ്യം, റിസ, ഫാത്തിമത്തുൽ റിസ. ഗവൺമെന്റ് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ റൂഹിജാനൊക്കെ പറഞ്ഞ കുറെ വാക്കുകൾ കണക്റ്റഡ് ആയി കിടക്കുകയാണ്. എന്താണ് ഇത്രമാത്രം ലഹരി പദാർത്ഥങ്ങൾ ദുബായ് പോലെയുള്ള രാജ്യങ്ങളിൽ കിട്ടുന്നത്? എങ്ങനെയാണ് കിട്ടുന്നത്? GCC എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്ന ആളുകളല്ലേ നമ്മളെല്ലാവരും, ഭയങ്കര സുരക്ഷയാണെന്ന് പറയുന്ന ആളുകളല്ലേ നമ്മൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമാതിരി ഗുണത്തരങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് നടക്കുന്നത് എന്നുള്ളതാണ്. പ്രൈം മിനിസ്റ്റർ, വിദേശകാര്യ മന്ത്രാലയം, അവരെല്ലാവരും വിഷയത്തിൽ ഇടപെടൽ നടത്തുക തന്നെ വേണം. ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഈ GCC രാജ്യങ്ങളിൽ, ഇപ്പൊ ഒരു എന്റെ കേസറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ എന്തോ ഒരു ലഹരി ഉപയോഗിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നില്ലേ, അവൻ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പിന്നാമ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി അന്വേഷിച്ചറിയണം. ഇതാ മറ്റൊരു കുട്ടിയും കൂടിയും ജീവൻ അവസാനിപ്പിച്ചിരിക്കുക, റിഫ, റിസ. ഇനി ആരൊക്കെയാണ്? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മക്കളെ കല്യാണം കഴിച്ച് അയക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നോക്കുക. പിന്നെ മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല ഈ ലഹരി ഉപയോഗിക്കുന്നത്. ആ രീതിയിലേക്ക് തലയിലേക്ക് കണ്ട് കൊട്ടി വെക്കാൻ നിൽക്കണ്ട. എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഇമ്മാതിരി കൂതറകൾ. ഒരാൾ ചെയ്യുന്ന തെറ്റ് ആ സമുദായത്തിന്റെ തലയിലേക്ക് അടിച്ച് വെക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരമാവധി ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.